തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് സ്വയം പ്രഖ്യാപിത യോഗാ ഗുരു ബാബ രാംദേവിന്റെയും പതഞ്ജലി ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണയുടെയും മാപ്പപേക്ഷ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ തള്ളിയിരുന്നു. അതേസമയം നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികൾ ഉപഭോക്താക്കളുടെ ആരോഗ്യവുമായി കളിക്കുകയാണെന്നും അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ബെഞ്ച് ഗൗരവമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർ എന്നും ഇരകളാണ്. കാരണം ഉപഭോക്തൃ വസ്തുക്കൾ വിൽക്കുന്ന കമ്പനികൾ ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ ചിത്രം സൃഷ്ടിക്കുന്നു. ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആളുകൾ നല്ല പണം നൽകുന്നു. പക്ഷേ അവർ ആത്യന്തികമായി അവരുടെ ആരോഗ്യത്തിനാണ് ആ വില നൽകുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നതാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലിയും ജസ്റ്റിസ് അക്സറുദ്ദീൻ അമാനുല്ലയും അടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. കൊറോണ പകർച്ചവ്യാധിയുടെ കാലത്ത് പതഞ്ജലി ആയുർവേദം നടത്തിയ കുറ്റകരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളിൽ ബാബ രാംദേവിനും ബാലകൃഷ്ണയ്ക്കുമെതിരെ ബെഞ്ച് വീണ്ടും രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. കൊറോണ പാൻഡമിക് സമയത്ത് പ്രമേഹം മുതൽ പൊണ്ണത്തടി വരെയും കൊറോണ മുതൽ ഹെപ്പറ്റൈറ്റിസ് വരെയും എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി അവകാശപ്പെടുന്ന പതഞ്ജലി ആയുർവേദത്തിൻ്റെ പരസ്യങ്ങൾ ഡ്രഗ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നിയമത്തിൻ്റെ മനഃപൂർവ്വമായ ലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചതിന് രാംദേവിനും ബാലകൃഷ്ണയ്ക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെങ്കിലും കോടതിയിൽ ഹാജരാകാൻ അവർ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി അംഗീകരിക്കാനാവില്ലെന്നും ബെഞ്ച് രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ മുഴുവൻ കേസിൻ്റെയും ചരിത്രവും കോടതിയലക്ഷ്യ മനോഭാവവും കണക്കിലെടുത്ത് പുതിയ മാപ്പപേക്ഷ ഞങ്ങൾ നിരസിക്കുന്നു. നിങ്ങളുടെ മാപ്പ് വെറും കടലാസ് കഷ്ണം മാത്രമാണെന്ന് കോടതി പറയുകയും ചെയ്തിരുന്നു. പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസ് നൽകിയ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും ബെഞ്ച് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. പതഞ്ജലിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യക്കേസിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിഷ്ക്രിയമായിരുന്നു. ഈ നിഷ്ക്രിയത്വം അത്ര എളുപ്പം അവഗണിക്കാവുന്ന ഒന്നല്ല. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് ബോധപൂർവം കണ്ണടച്ചതായി തോന്നുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്.